അപ്പോ സ്റ്റുഡൻസ്, നമുക്കറിയാം ഏതൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നമുക്ക് ക്യാപിറ്റൽ ആവശ്യമുണ്ട് എന്നുള്ളത് അല്ലെ. ഈ ക്യാപിറ്റൽ എന്നുള്ള കാര്യം നമ്മുടെ കയ്യിൽ തന്നെ എല്ലാം ഉണ്ടാവുമോ? എനിക്കൊരു 10 lakh rupees വേണം, പോട്ടെ, ഒരു കുറച്ചുകൂടി കൂട്ടിപ്പിടിക്കാം, ഒരു 50 lakh വേണം, നമുക്ക് 50 ലക്ഷം രൂപ വേണം, എന്നാലേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഒരു സിറ്റുവേഷൻ വരുന്ന സാഹചര്യത്തിൽ ഈ 50 ലക്ഷം എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവുമോ? ഇല്ല അല്ലെ. ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, ഞാൻ ബാങ്കിൽ പോയിട്ട് എനിക്കൊന്ന് ലോണ് വേണം എന്ന് ചോദിക്കുമ്പോ എന്നാ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഉടനെ ലോണ് തരുമോ? അതും തരത്തില്ല. ഉള്ള ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, സെക്യൂരിറ്റികൾ കാര്യങ്ങളെല്ലാം ഉണ്ടാവും അല്ലെ. ഞാനൊരു തുടങ്ങണ സ്റ്റാർട്ടപ്പ് കമ്പനി ആണെന്നൊന്നും ഞാൻ പറയണില്ല. ചിലപ്പോൾ തുടങ്ങിയ കമ്പനികൾക്കും ഇടയിൽ വെച്ചിട്ട് ക്യാപിറ്റലിന് ആവശ്യം കൂടുതലായിട്ട് വരാം അല്ലെ. അപ്പോ ഞാനൊരു ബിസിനസ്മാൻ ആണ്, എനിക്ക് ഒരുപാട് ബിസിനസ് കോണ്ടാക്റ്റുകൾ ഉണ്ടാവും അല്ലെ. സോ സ്വാഭാവികമായിട്ടും ഞാനൊരു പ്രോസ്പെക്ടസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പബ്ലിക്കിന്റെ അടുത്തുനിന്ന് ഷെയർ വാങ്ങിക്കാൻ ഞാൻ ഒരു ഇൻവിറ്റേഷൻ അടിക്കും. ആൻഡ് ദാറ്റ് ഇൻവിറ്റേഷൻ ഇസ് കോൾഡ് പ്രോസ്പെക്ടസ്. ഞാൻ ഇങ്ങനെ പറയും, ഇത്ര രൂപ എനിക്ക് ആവശ്യമുണ്ട്, ഇത് എത്ര ഷെയർസ് ഉണ്ട്, 5 lakh shares of ₹10 each, 50 lakh rupees ആണ് എനിക്ക് ആവശ്യമുണ്ട്. 50 lakhനെ എങ്ങനെയാ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 5 ലക്ഷം ഷെയർ വേണം, 5 ലക്ഷം ഷെയർ ഉണ്ട്, ഒരു ഷെയറിന് മാർക്കറ്റിലെ വില 10 രൂപ. എന്റെ കമ്പനിത്തെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വാങ്ങിച്ചോളൂ. ഇങ്ങനെയായിരിക്കും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇൻവിറ്റേഷൻ കൊടുക്കുക. ഇത് കണ്ടിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അനന്യ ഒരു 1 lakh ഷെയർ വേണം എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്. വേറെ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ഒരാള് 50,000 ഷെയർ വേണം എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. ആദിത്യ ഒരു 20,000 ഷെയർസ് വേണം എന്ന് പറയുകയാണ്. നാരായണൻ ഒരു 30,000 ഷെയർ വേണം എന്ന് പറയുകയാണ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത്ര ഷെയർ വേണം. ചില ആൾക്കാർ, വിഘ്നേഷ് ഒരു 5000 ഷെയർ വേണം എന്ന് പറയുകയാണ്. അനീഷ് ഒരു 3000 ഷെയർ വേണം എന്ന് പറയുകയാണ്. ഇങ്ങനെ നിറയെ ആൾക്കാര് അവർക്ക് വേണമെന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യും? എന്റെ കമ്പനിത്തെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും. ഇതെല്ലാം അപ്ലിക്കേഷൻ ഇങ്ങനെ വരുമ്പോ ഞാൻ നോക്കുമ്പോ എനിക്ക് എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നോക്കും. ആണോ അല്ലയോ? ചിലപ്പോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായിട്ടുള്ള എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടാവാം. ചിലപ്പോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ കുറവായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആണോ അല്ലയോ? ഇതാണ് യൂഷ്വലി നടക്കാറ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആൻഡ് ദാറ്റ് ടേം ഇസ് കോൾഡ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ കുറവായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെങ്കിലോ ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലെ, ഒരു ഷെയറിന് എത്ര രൂപയാണ്? 10 രൂപയാണ്. ഈ 10 രൂപ ബൾക്കായിട്ട് വാങ്ങിക്കൊന്നുമില്ല. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ബൾക്കായിട്ടും വാങ്ങിക്കാം കേട്ടോ, പക്ഷെ കൂടുതലും ഇൻസ്റ്റാൾമെന്റ് ആയിട്ടേ വാങ്ങിക്കുള്ളൂ. എന്റെ കമ്പനിത്തെ ഷെയർ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാര് നിങ്ങൾ എന്ത് ചെയ്യൂ? നിങ്ങൾ ആദ്യം കുറച്ച് എമൗണ്ട് അയച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് എല്ലാം സ്പെസിഫിക്കലി ആ പ്രോസ്പെക്ടസിൽ ഉണ്ടാവും. ആദ്യം അതിലോട്ട് കടക്കാം. ഇതെങ്ങനെയാ വാങ്ങിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ഈ 10 രൂപേനെ 4 സ്റ്റേജ് ആയിട്ട് തരംതിരിക്കും. അതില് ആദ്യത്തെ സ്റ്റേജ് ആണ് അപ്ലിക്കേഷൻ മണി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു കോളേജിൽ അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞ് പോവാണ്. അപ്പൊ ആദ്യം തന്നെ അവരൊരു ഫോം തരും, എന്നിട്ട് അത് ഫില്ലപ്പ് ചെയ്യാൻ പറയും. അപ്പൊ ആ ഫോമിന് ഒരു പൈസ വാങ്ങിക്കില്ലേ അവര്? അപ്ലിക്കേഷൻ ഫോമിന്റെ പൈസ അല്ലെ. അതുപോലെ ഷെയർ വേണം എന്ന് പറയുന്ന ആൾക്കാര് അപ്ലിക്കേഷൻ മണി ആദ്യം അയച്ചു തരണം, അപ്ലൈ ചെയ്യണം. എന്റെ കമ്പനിത്തെ ഷെയർ വേണം പറഞ്ഞിട്ട് അതിന് പറയുന്ന പേരാണ് അപ്ലിക്കേഷൻ മണി. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കും, ആര് എമൗണ്ട് അയച്ചു തന്നാലും അവരെ ഞാൻ എന്റെ കമ്പനിത്തെ ആരാക്കില്ല? ഷെയർ ഹോൾഡർ ആക്കില്ല. ക്ലിയർ ആവണ്ടോ? ആര് എന്റെ കമ്പനിത്തെ ഷെയർ വേണമെന്ന് പറഞ്ഞാലും അവരെ എന്റെ കമ്പനിത്തെ ഷെയർ ഹോൾഡർ ഒരിക്കലും ഞാൻ ആക്കില്ല. ഞാൻ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ചെക്കൊക്കെ ചെയ്തിട്ട് ചില ആൾക്കാർക്ക് ഷെയർ ഓക്കെ അലോട്ട് ചെയ്ത് കൊടുക്കും, ചില ആൾക്കാർക്ക് റിജക്ട് ചെയ്യും. കോളേജ് പോലെ തന്നെയാണ്. നിങ്ങൾ കോളേജിൽ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പോയി അപ്ലൈ ചെയ്തോ നിങ്ങൾക്ക് തരണമെന്ന് വല്ല നിർബന്ധം ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും കോളേജിൽ സീറ്റ് കിട്ടാറുണ്ടോ? ഇല്ലല്ലോ. ചില ആൾക്കാരുടെ മാർക്കും കാര്യങ്ങളും അവരുടെ പെർഫോമൻസും എല്ലാം നോക്കിയിട്ടല്ലേ ഡിസൈഡ് ചെയ്യുക. അതുപോലെ തന്നെയാണ് കമ്പനിയിൽ. എനിക്ക് കാശിന് ആവശ്യമുണ്ടെങ്കിൽ ആര് വന്നാലും ഞാൻ ഷെയർ ഹോൾഡർ ആയിട്ടൊന്നും എടുക്കത്തില്ല. ഞാൻ എന്ത് ചെയ്യും? കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യും? ഷെയർ അലോട്ട് ചെയ്യും. അങ്ങനെ ആർക്കെങ്കിലും, ഫോർ എക്സാമ്പിൾ അനന്യ, ആദിത്യ, നാരായണൻ, ജയറാം, മനീഷ്, ഇവർക്കൊക്കെ ഞാൻ ഷെയർ, ഭാഗ്യലക്ഷ്മി, ഇവർക്കൊക്കെ ഷെയർ കൊടുക്കാന്ന് ഞാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഓക്കെ, യു ഹാവ് ബീൻ അലോട്ടഡ് വിത്ത് ദ ഷെയർ, നിങ്ങൾ ചോദിച്ച ഷെയർ ഞാൻ തരാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇൻഫോം ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയും, ഓക്കെ ഞാൻ അലോട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ അടുത്ത പൈസ തന്നോളൂ.
കാരണം ഒരു ഷെയറിന്റെ വില 10 രൂപയാ, നിങ്ങൾ 2 രൂപയെ അയച്ചു തന്നിട്ടുള്ളൂ. ഇനി അടുത്തത് നിങ്ങൾ അപ്പൊ അയക്കേണ്ട എമൗണ്ട് ആണ്, അടുത്തത് അയക്കേണ്ട എമൗണ്ട് ആണ് എന്ത്? അലോട്ട്മെന്റ് മണി. ക്ലിയർ ആവുണ്ടോ? രണ്ടാമത് നിങ്ങൾ എനിക്ക് അയച്ചു തരേണ്ട പൈസയാണ് എന്ത്? അലോട്ട്മെന്റ് മണി. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് അപ്ലിക്കേഷൻ മണി, രണ്ടാമത്തെ സ്റ്റേജ് അലോട്ട്മെന്റ് മണി. കോളേജിലാണെങ്കിൽ അങ്ങനെയാണല്ലോ, സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് മാത്രം അടയ്ക്കൂ, ഫീസ് അടയ്ക്കൂ, ഫുൾ ആയിട്ട് അടയ്ക്കൂ പറയില്ലല്ലോ. 50,000 രൂപയാണ് സീറ്റിന്റെ വാല്യൂ എങ്കിൽ ഒരു 10,000 രൂപ ആദ്യം അടയ്ക്കൂ എന്ന് പറയില്ലേ, അതുപോലെ. ക്ലിയർ ആവുണ്ടോ? അപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് ആണ് അലോട്ട്മെന്റ് മണി. എന്നിട്ട് കോളേജ് ഒക്കെ തുടങ്ങി, ക്ലാസ് ഒക്കെ ആദ്യത്തെ ദിവസം നിങ്ങൾ വരികയാണ്, ക്ലാസ്സിൽ ഇരിക്കുകയാണ്, വന്ന ഉടനെ അടുത്ത കാശ് എടുക്കുമെന്ന് ഞാൻ പറയൂ? ഇല്ല. ഒന്ന് ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയും അടുത്ത കാശ് അടയ്ക്കാനുള്ള സമയമായി, അടച്ചോളൂ, ഫീസ് അടയ്ക്കാനുള്ള സമയമായി, അടച്ചോളൂ എന്ന് പറയാറില്ലേ? അതുപോലെ തന്നെയാണ് കമ്പനിയിലും. എന്ത് പറയും? കമ്പനി ഒന്ന് വർക്ക് ചെയ്തിട്ട് ഒരു 3-4 മാസം ഒക്കെ കഴിഞ്ഞിട്ട് പറയും അടുത്ത കാശ് വാങ്ങിക്കാനുള്ള സമയമായി, നിങ്ങളൊന്ന് അടുത്ത കാശ് അടച്ചോളൂ. അപ്പൊ അടുത്തത് ഒരു 2 രൂപ വാങ്ങിക്കും. ഇതൊക്കെ ഒരു ഉദാഹരണമാണ് കേട്ടോ, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ് കേട്ടോ. 2 രൂപ വാങ്ങിക്കും. അതിനെയാണ് എന്ത് പറയുക? ഫസ്റ്റ് കോൾ മണി എന്ന് പറയും. എന്താ പറയുക? ഫസ്റ്റ് കോൾ മണി എന്ന് പറയും. അപ്പൊ ആദ്യം ആപ്ലിക്കേഷൻ മണി, രണ്ടാമത്തത് അലോട്ട്മെന്റ് മണി, മൂന്നാമത്തത് ഫസ്റ്റ് കോൾ മണി. ഇപ്പൊ 10 രൂപയിൽ 7 രൂപ വരെ വിളിച്ചു കഴിഞ്ഞു, 2 + 3 + 2. ഇനി അടുത്തത് എന്താണ്? ഇനി ആ ഒരു വർഷം അവസാനിക്കുമ്പോ, ആ ഒരു കോഴ്സ് കഴിയണതിന് മുന്നേ ബാലൻസ് ഫീസ് കൂടി ഉണ്ട് അടയ്ക്കൂ എന്ന് പറയില്ലേ കോളേജിലൊക്കെ, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും. അതുപോലെ തന്നെയാണ് എവിടെയും, കമ്പനിയിലും. ഒരു കമ്പനിയുടെ ഒരു അവസാനം ആവുമ്പോഴേക്കും എന്ത് ചെയ്യും? ലാസ്റ്റ് എമൗണ്ടും കൂടി കിട്ടാനുണ്ട്, അതും കൂടി അടച്ചോളൂ എന്ന് പറയും. അപ്പൊ അതിനെ പറയുന്ന പേരാണ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി. അതിനെ പറയുന്ന പേരാണ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി. അപ്പൊ യൂഷ്വലി ഒരു ഷെയറിന്റെ വാല്യൂ 10 രൂപയാണെങ്കിൽ ആ 10 രൂപേനെ ലംപായിട്ടും വാങ്ങിക്കാം. 10 രൂപ അയച്ചു തരാൻ പറയാം. ചില കോളേജൊക്കെ പറയില്ലേ ഫുൾ ഫീസ് അടയ്ക്കണം എന്നിട്ടേ ക്ലാസ്സിൽ കയറ്റത്തുള്ളൂ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചില കമ്പനികൾ ആദ്യം 10 രൂപ തന്നെ വാങ്ങിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി 10 രൂപ വാങ്ങിക്കണില്ലെങ്കിലും ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ആദ്യം തന്നെ ഫുൾ ഫീസ് അടയ്ക്കാറില്ലേ? അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതലും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങിക്കും. അങ്ങനെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് അപ്ലിക്കേഷൻ മണി, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് അലോട്ട്മെന്റ് മണി, മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് ഫസ്റ്റ് കോൾ മണി, നാലാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി. ഇത് 4 ആയിട്ട് തന്നെ വാങ്ങണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. 4 ആയിട്ട് തന്നെ വാങ്ങണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. 3 ആയിട്ടും വാങ്ങിക്കാം, 2 ആയിട്ടും വാങ്ങിക്കാം. അതായത് അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി കഴിഞ്ഞു, 5 രൂപ അപ്ലിക്കേഷനിൽ, 5 രൂപ അലോട്ട്മെന്റിൽ, കാര്യം കഴിഞ്ഞു, പിടുത്തം വിട്ടു. അങ്ങനെയും ചെയ്യാം. വേണമെങ്കിൽ 3 സ്റ്റേജ് ആയിട്ട് വാങ്ങിക്കാം. അപ്ലിക്കേഷൻ മണി 2 രൂപ, അലോട്ട്മെന്റ് മണി 3 രൂപ, ഫസ്റ്റ് കോളിൽ 5 രൂപ വാങ്ങിക്കാം. അങ്ങനെയും ചെയ്യാം നമുക്ക്. പറഞ്ഞു മനസ്സിലായല്ലോ? ആൻഡ് ഏതാണോ ലാസ്റ്റ് സ്റ്റേജ്, ഇപ്പൊ 3 സ്റ്റേജ് ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ ഏതാണോ ലാസ്റ്റ് സ്റ്റേജ്, ആ ലാസ്റ്റ് സ്റ്റേജിന്റെ കൂടെ ഫൈനൽ കോൾ എന്നുള്ള വേർഡ് ചേർത്തിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കോൾ ആണ് ലാസ്റ്റ് സ്റ്റേജ് എങ്കിൽ ഫസ്റ്റ് കോളിന്റെ കൂടെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്നുള്ള വേർഡ് ചേർത്തിരിക്കണം. സെക്കൻഡ് കോൾ ആണ് ലാസ്റ്റ് സ്റ്റേജ് എങ്കിൽ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്നുള്ള വേർഡ് ചേർത്തിരിക്കണം. അലോട്ട്മെന്റ് ആണ് ലാസ്റ്റ് സ്റ്റേജ് എങ്കിൽ അലോട്ട്മെന്റ് ആൻഡ് ഫൈനൽ കോൾ എന്നൊന്നും ചേർക്കണ്ട, അലോട്ട്മെന്റ്, കാര്യം കഴിഞ്ഞു. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, ഫസ്റ്റ് കോൾ മണി, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി, ഇങ്ങനെ 4 സ്റ്റേജ് ആയിട്ട് അല്ലെങ്കിൽ 3 സ്റ്റേജ് ആയിട്ട് വാങ്ങിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതുവരെ എടുത്തത് ഓക്കെ ആണല്ലോ അല്ലെ എല്ലാവർക്കും? അപ്പൊ നമുക്ക് മെല്ലെ ഒരു സ്റ്റേജ് 2 പോയാലോ? നമുക്ക് പോവാം.